വീണ്ടും റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ പ്രധാന അതിഥിയായി അടിയൻ്റെ ക്ഷണമനുസരിച്ച് കടന്നു വന്നിരിക്കുന്നത് ബ്രദർ റോജി ചാക്കോയാണ്. അദ്ദേഹം എൻ്റെ നെയ്ബറാണ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത്. ആക്ച്വലി അദ്ദേഹമാണ് അവിടെ താമസിക്കുന്നത്. ഞാൻ 2000-ലാണ് ആ സ്ഥലം വാങ്ങി വീട് വെക്കുന്നതും. അങ്ങനെ ഈ പ്രിയ ബ്രദറിനെ ഞങ്ങൾ പരിചയപ്പെടുകയും ആ ബന്ധം ഇന്നുമുണ്ട്. അദ്ദേഹം കൂടുതലായി പരിചയപ്പെടുത്തും. റോജി ചാക്കോ, വെൽക്കം ടു റിവൽ ടുഡേ മീഡിയ. താങ്ക് യു മാസ്റ്റർ, ഹാപ്പി ടു ബി ഹിയർ. റോജി ബ്രദറെ ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായും. ഞാൻ പാസ്റ്റർ ഷായിച്ചാൻ എന്നാണ് വിളിക്കുന്നത്. കാരണം കഴിഞ്ഞ 25 വർഷമായി ഞങ്ങൾ തമ്മിൽ ബന്ധത്തിലുണ്ട്. വിശ്വാസത്തിലൂടെയും അല്ലാതെ ഞങ്ങൾ അയൽക്കാരായിരിക്കുന്നു. ഷായിച്ചാൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് എൻ്റെ വീട്. ഇപ്പം ഓൾമോസ്റ്റ് എവറി ഡേ ഞങ്ങൾ കാണാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി വിദേശത്ത് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് മേഖലയിൽ ജോലി ചെയ്തു വരുന്നു. എൻ്റെ ഭാര്യ മെറിൻ, ഞങ്ങൾ 20 വർഷമായിട്ട് വിവാഹ ജീവിതം പുലർത്തി വരുന്നു. 2 ആൺകുട്ടികളുണ്ട്. ജോലി സംബന്ധമായി ഞാൻ കുറച്ച് നാൾ വിദേശത്താണ് ആയിരിക്കുന്നത്. ഈ പ്രാവശ്യം ലീവിന് വന്നപ്പോൾ ഷായിച്ചാന് ഇങ്ങനെ നമുക്ക് മീഡിയ ഉണ്ട്, അതിൽ ദൈവവചനം പങ്കുവച്ചപ്പോൾ ഞങ്ങൾ കാണുമ്പോഴൊക്കെയും അൺഒഫീഷ്യലായിട്ടാണെങ്കിൽ പോലും ഷായിച്ചാൻ്റെ വീട്ടിലിരുന്ന് പല കാര്യങ്ങൾ ദൈവവചനം ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഷായിച്ചാനും ഞാനും അന്യോന്യം സഹായിച്ചും എൻകറേജ് ചെയ്തും ദൈവസഭയ്ക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും പല വാല്യൂ അഡീഷനും ചെയ്തു പോകുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ വരുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ആൻഡ് ഐ ഹോപ്പ് ഇത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരു അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. പിന്നെ ഒരു കാര്യം കൂടി, ഒരു പ്രധാന കാര്യം നമ്മുടെ ഉണ്ട്. ഞങ്ങൾ 2 പേരും സ്പിരിച്വൽ സൺസാണ്. അതായത് ഞങ്ങളുടെ ആദ്യത്തെ ഒരു മാതൃ ചർച്ച് റോജി ബ്രദറാന്ന് തോന്നുന്നു ആദ്യം, അല്ലേ? അവിടെ അത് കഴിഞ്ഞാണ് ഞാൻ എനിക്ക് തോന്നുന്നു 2003 ആ കാലഘട്ടത്തിൽ. അതിന് മുമ്പേ അല്ലേ റോജി ബ്രദറും സഞ്ജുവും, ഇല്ലേ നിങ്ങളല്ലേ? 1999 തൊട്ട് ഞങ്ങൾ ഫെയ്ത്ത് ഫാമിലി ചെങ്ങന്നൂരിലെ മെമ്പേഴ്സാണ്. പാസ്റ്റർ തോമസിന്റെ സ്പിരിച്വൽ സൺസ് ആണ്. പാസ്റ്റർ തോമസ് ആണ് ഞങ്ങളുടെ സ്പിരിച്വൽ ഫാദർ ആയിരിക്കും. അപ്പോൾ ഒരർത്ഥത്തിൽ ഞങ്ങളൊരു കുടുംബത്തിലെ അംഗങ്ങളുമാണ്. ആമേൻ. അപ്പോൾ റോജി ബ്രദറെ, ഞാൻ താങ്കൾ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ആദ്യം നമ്മൾ 2000-ൽ ഞാൻ അവിടെ താമസം ആരംഭിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ അന്വേഷിക്കുകയാണ്, കർത്താവിനെ അറിഞ്ഞിറങ്ങിയവരാരുണ്ട് ഈ ചുറ്റുവട്ടത്ത്. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വന്നപ്പോൾ തൊട്ടടുത്ത് നമ്മുടെ അപ്പുറത്തൊരു റെൻറ്റിന് താമസിക്കുന്ന ഒരു രച്ചാനുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഞാൻ ഷെയർ ചെയ്തപ്പോൾ അദ്ദേഹമാണെന്ന് തോന്നുന്നു എന്നോട് പറഞ്ഞു, നമ്മുടെ തൊട്ടപ്പുറത്തെ ആ വീട്ടിൽ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ചാക്കോച്ചാൻ്റെ മോന് എൻ്റെ വിശ്വാസത്തിലാണ്. അന്ന് റോജി വളരെ യങ്ങാണ്. അപ്പം ഞാൻ അന്ന് റോജിയോട് ഇങ്ങനെ ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് പപ്പ സൗദിയിൽ ജോലി ചെയ്യുന്നു, ദൈവകൃപയാൽ കാര്യങ്ങളെല്ലാം അനുഗ്രഹകരമായി പോകുന്നു. അപ്പം ഇങ്ങനൊരു വിശ്വാസത്തിലേക്ക് ഒരാൾ ഇറങ്ങണമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തമായൊരു കോളിങ്ങും ദൈവമുഖം കാണാതെ ഒരാൾക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ റോജിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോനെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യത്തിന്? അപ്പം ഞാൻ ചോദിച്ചത് ഇങ്ങനെ, സാധാരണ നമുക്കെല്ലാം പറയുന്നൊരു വിധമുണ്ടല്ലോ, പെന്തിക്കോസ്ത് വിശ്വാസത്തോടെ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു റീസൺ, ഒരു കാരണം വേണമല്ലോ. അപ്പം ഞാൻ ചോദിച്ചപ്പം റോജി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഷൈജ, ഒരാൾ എനിക്ക് വേണ്ടി മരിച്ചെന്നറിഞ്ഞാൽ, ഞാൻ പല പ്രസംഗങ്ങളിൽ അത് പറയാറുണ്ട്, മരിച്ചെന്നറിഞ്ഞാൽ പിന്നെന്തോ എനിക്ക് വേണ്ടി. അപ്പം റോജി ബ്രദർ ഇൻഡിവിജ്വലാണ് പറഞ്ഞത്. സാധാരണ നമ്മൾ ചോദിക്കുമ്പോൾ യേശു നമുക്ക് വേണ്ടി മരിച്ചെന്നാണ് പറയുന്നത്. യേശു എനിക്ക് വേണ്ടി മരിച്ചു. ഒന്ന് വിശദീകരിക്കാം, അതെന്താണ് ആ തലം? 1997-ലാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നത്. എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം നേരിട്ടപ്പോൾ എൻ്റെ വിശ്വാസം അന്ന് ഉണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരു പാരമ്പര്യ ക്രിസ്ത്യസഭയിൽ നിന്ന് വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആർക്കും തന്നെ ദൈവമോ ദൈവത്തിൻ്റെ ശക്തിയോ ദൈവത്തിനുള്ള സ്നേഹമോ വെളിപ്പെടുത്താനോ മനസ്സിലാക്കി തരാൻ സാധിച്ചില്ല. മറ്റ് ചില മതങ്ങളിലേക്ക് ഞാൻ നോക്കി. പക്ഷേ എന്നിൽ ഏറ്റവും അധികം ആകർഷിച്ചത് ഷായിച്ചാൻ പറഞ്ഞ പോലെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്, 100 ആടുകളുള്ള ഒരാട്ടിടയന് ഒരാട് നഷ്ടപ്പെട്ടാൽ അവൻ 99-നെയും മാറ്റി നിർത്തി ഒരാടിനെ തേടിപ്പോകും. അപ്പം അന്ന് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഈ ലോകത്ത് നീ മാത്രം, അതായത് ഞാൻ മാത്രമേ പാപിയായിട്ട് ഉള്ളുവെങ്കിലും ബാക്കിയുള്ള എല്ലാം ജനങ്ങളും നീതിമാന്മാരാണെങ്കിൽ പോലും നിനക്ക് വേണ്ടി ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ത്യാഗമായി തീരുമായിരുന്നു.
ആ ഒരു ഒരാളെന്നുള്ളതാണ് റോജിയിൽ വന്നത് അല്ലേ? ഹി വാല്യൂസ് മീ സോ മച്ച്. ആ ഓരോ വ്യക്തിയെ അവൻ തുല്യമായി വാല്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറയുമ്പോൾ പറയും മനുഷ്യരുടെ രക്ഷയ്ക്കായി ദൈവം വന്നു. അപ്പോൾ നമ്മളതിനെ പലരായിട്ട് ഒരു കൂട്ടമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇൻഡിവിജ്വൽ ലെവൽ ഈ കെയിം ഡൗൺ. നമ്മൾ ഒരാളെ ഉള്ളായിരുന്നു. പക്ഷെ ഷായിച്ചാൻ മാത്രമേ രക്ഷയിലേക്ക് വരേണ്ട ആവശ്യമുള്ളായിരുന്നെങ്കിലും കർത്താവ് തീർച്ചയായും വന്ന് കർത്താവ് ചെയ്യേണ്ട കാര്യങ്ങൾ 99 അവിടെ ഇട്ടേച്ചാ പോയത് അല്ലേ? കർത്താവ് അതാണ് ആ റെവലേഷൻ ആണ് റോജി ബ്രദർ പറഞ്ഞത്, എനിക്ക് വേണ്ടി മരിച്ചെന്നല്ലേ? യെസ്, അത് ഇൻഡിവിജ്വൽ റെസ്പോൺസ് ആണ്. അതാണ് ദൈവത്തിന്റെ ആ സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ കുറെ നമ്പേഴ്സിലല്ല, പക്ഷെ ഒരു വ്യക്തിക്ക് വേണ്ടി പോലും കർത്താവ് ഇറങ്ങി വന്ന് ത്യാഗമായി തീരുമാനിക്കുന്ന സത്യം. ആ സത്യമാണ് അങ്ങനെ ഒരു കാര്യം പറയാനല്ലേ. ഇപ്പൊ പലരോട് പറയുമ്പോഴും പലരും അവരുടെ പല അനുഭവങ്ങൾ, ഈ കുന്നി കടഭാരം അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ നിന്ന് പുറത്തു വന്നു, അല്ലെ തലമുറയുടെ വിഷയം. പക്ഷെ അതിൽ ഏറ്റവും വലുതാണ് കർത്താവ് പറയുന്നത്, ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി. അപ്പൊ ആ ഒരു തലത്തിൽ ഇന്നോളം നിലനിൽക്കാൻ ദൈവം സഹായിച്ചല്ലേ. പിന്നെ അതിനുശേഷമാണ് എനിക്ക് അഗാപ്പെ ലവ് എന്ന വിഷയം, ഞാൻ അന്ന് എനിക്ക് ബൈബിളിൽ അത്ര ജ്ഞാനമില്ലായിരുന്നു. പക്ഷെ അഗാപ്പെ ലവ്, ദൈവത്തിന്റെ സ്നേഹം അൺകണ്ടീഷണൽ ലവ് ആണ്. നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, നമ്മൾ ചോദിച്ചിട്ടല്ല കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. പക്ഷെ നമ്മുടെ നന്മയെ മാത്രം കരുതി ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ നൽകുന്ന ആ സ്നേഹം, അഗാപ്പെ ലവ്. അതായത് ഒരു ഇൻഫന്റ് ബേബി, ഒരു കുഞ്ഞിനെ അമ്മ ഫീഡ് ചെയ്യുന്ന ഒന്നും അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല അല്ലേ എന്ന് പറയുന്ന പോലാണ് ദൈവത്തിന്റെ സ്നേഹം. കണ്ടീഷണലല്ല. അതേക്കുറിച്ച് ഒന്ന് വിവരിക്കാം. തീർച്ചയായും നമ്മൾ തെറ്റ് ചെയ്താലും നമ്മൾ പാപം ചെയ്താലും കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. നമ്മൾ പാപികളായി ഇരിക്കെ അവൻ നമ്മളെ തേടി വന്നുവെന്നാണ് വചനം പറയുന്നത്. അപ്പൊ കർത്താവിന്റെ മക്കളായിരുന്നു നമ്മൾ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു ആദാം ദൈവത്തിന്റെ മകനായിരുന്നു എന്നാണ്. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ എല്ലാം ഉടലെടുത്തിരിക്കുന്നത്. അപ്പൊ അന്ന് ആ മകനോടുള്ള സ്നേഹം ഇന്നും ദൈവത്തെ നിലനിർത്തിക്കൊണ്ട് ദൈവം വരുന്നു. അപ്പോൾ ഷാജാൻ പറഞ്ഞ പോലെ ഒരു അമ്മ ഒരു കുഞ്ഞിനെ ശുശ്രൂഷിക്കുമ്പോഴും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, പക്ഷേ ആ സ്നേഹം, അമ്മയും കുഞ്ഞുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മയെ കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നത്. അതുപോലത്തെയാണ് ദൈവത്തിന് നമ്മളോടുള്ള ആ റിലേഷൻഷിപ്പും പുലർത്തി പോരുന്നത്. നമ്മുടെ സാധാരണ ബന്ധം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം എന്നെ ആ വിവാഹത്തിന് വിളിച്ചു, ഞാൻ അതുകൊണ്ട് അല്ലെ എന്നെ ഇന്ന ഒരു വിഷയത്തിൽ എന്നെ സഹായിച്ചു, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറാണ്. പക്ഷെ ദൈവത്തിന്, സൃഷ്ടിതാവിന് സൃഷ്ടിയോടുള്ള സ്നേഹം അല്ലേ, തൻ്റെ മക്കളോടുള്ള. അപ്പോൾ പിന്നെ ഇങ്ങനെ വന്ന ആ സന്ദർഭത്തിൽ വന്നപ്പോഴേ പിന്നെ ഭാവി കാര്യങ്ങളിലേക്ക് വന്നു, വിവാഹ സമയം വന്നു. അപ്പോൾ എങ്ങനെ ദൈവ പങ്കാളി ഒരുക്കിയേ, അത് ഞാൻ ഇങ്ങോട്ട് നോക്കി എടുത്തു പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. പപ്പ അന്ന് പലതരത്തിലുള്ള അറിയാമല്ലോ, നമുക്ക് പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ഭാഗങ്ങളിലാകുമ്പോൾ കുഞ്ഞിന് ആ ഒരു സെറ്റപ്പിലുള്ള ആലോചനകൾ വരുന്നു. പക്ഷേ അത് ദൈവം എന്നെ വിളിച്ചെങ്കിൽ, ഇത് കേൾക്കുന്നവരും ഉണ്ടല്ലോ തലമുറയുടെ പല വിഷയങ്ങളും, എന്നെ ദൈവം വിളിച്ചെങ്കിൽ ഡെഫിനറ്റ്ലി ഗാഡ് ഹാസ് പ്രിപ്പയർഡ് ഫോർ മീ ഇല്ലേ, ഓൾറെഡി ഈവൻ ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ് ദൈവം അത് ഒരുക്കി എന്നുള്ള ഒരു വെളിപ്പാട് ഒന്ന് വിവരിക്കാൻ എങ്ങനെയായിരുന്നു? അപ്പോൾ വളരെ ചലഞ്ചിങ് ഫേസ് ആണ് ഈ വിവാഹത്തിന്റെ സമയം അടുത്തപ്പോൾ. കാരണം എൻ്റെ കൂടെ പഠിച്ച പല കൂട്ടുകാരും വിവാഹിതരായി, പലർക്കും കുട്ടികളുണ്ടായി. എൻ്റെ കുടുംബത്തിൽ എന്നെക്കാട്ടും ഇളയതും അവരിൽ ഇളയതും, അതായത് ഏകദേശം 5 വയസ്സുള്ള എന്നെക്കാട്ടും ഇളയർ ആയ സഹോദരന്മാരുടെ വിവാഹങ്ങൾ നടക്കുവാൻ തുടങ്ങി. അപ്പോൾ തീർച്ചയായും എന്നിൽ സമ്മർദ്ദം ചെലുത്തി. പക്ഷേ ഞാൻ യേശുവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ, when I started to follow Jesus, മത്തായിയുടെ സുവിശേഷം പറയുന്നു ആദ്യം അവൻ്റെ രാജ്യനീതി അന്വേഷിപ്പീൻ. ആ ഒരു അന്വേഷണത്തിലായിരുന്നു ഞാൻ. അപ്പോൾ കല്യാണം ആണോ അല്ലെങ്കിൽ മറ്റ് ഉള്ള എൻ്റെ ജീവിതത്തിലെ ആവശ്യങ്ങളൊന്നും എനിക്കൊരു വിഷയമായി തോന്നിയിട്ടേ ഇല്ല. ഐ വാസ് സോ ഫോക്കസ്ഡ്. എൻ്റെ ഒരേ ഒരു ഫോക്കസ് ദൈവം എന്നെ എന്തിനു വിളിച്ചിരിക്കുന്നുവോ അത് മാത്രമായിരുന്നു. ദൈവത്തിൽ നിന്ന് ഷാജാൻ പറഞ്ഞാൽ ഒന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ ഇറങ്ങി തിരിച്ചു. എനിക്ക് ആരോഗ്യത്തിൽ പ്രശ്നമില്ലായിരുന്നു, സാമ്പത്തികമായി എനിക്ക് ആ ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ദൈവം എനിക്ക് വേണ്ടി വന്നു മരിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യണം? ആൻഡ് ദർ ഇസ് നോ ഒബ്ലിഗേഷൻ. ഞാനൊരു ഒബ്ലിഗേഷൻ്റെ അടിസ്ഥാനത്തിലല്ല ദൈവത്തെ പിൻപറ്റില്ല, ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം. അപ്പോൾ എന്ന് ഞാൻ നോക്കുന്നത്, പിതാവേ ഞാൻ എന്ത് ചെയ്യണം, ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ നിനക്ക് എങ്ങനെ മഹത്വം ഗ്ലോറിഫൈ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു. വചനം പഠിക്കുക, അങ്ങനെ വചനം പഠിക്കുവാൻ വേണ്ടി പല പാസ്റ്റർമാരുടെ കീഴിൽ, മെൻറ്റേഴ്സിന് കീഴിൽ പോയിരുന്നു വചനം പഠിക്കുക. ഇതൊക്കെയായിരുന്നു എൻ്റെ ഫോക്കസ്. അതിനിടയിൽ ഈ കല്യാണം മറ്റു കാര്യങ്ങളൊന്നും എനിക്കൊരു വലിയ വിഷയമായിട്ട് തോന്നിയില്ല. പക്ഷേ ഷാജാൻ പറഞ്ഞ പോലെ കർത്താവിൻ്റെ ഹിതം ചെയ്യുമ്പോൾ
നമ്മൾ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മെൻറ്റർ ആൻഡ്രൂ വോമക് എന്ന് പറയുന്ന എനിക്കൊരു മെൻറ്ററുണ്ട്. അദ്ദേഹം പറയും, നിങ്ങൾ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവഹിതത്തിലല്ല നിൽക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നത്. ദൈവഹിതത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവമേ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും പപ്പ മമ്മി എന്നെ ബ്ലെസ് ചെയ്യണമെന്ന് പറയേണ്ട കാര്യമില്ല. മീൻസ് അല്ലെങ്കിൽ ആ അനുഗ്രഹങ്ങൾ എനിക്കൂടെ കുറച്ച് തരണേ, അല്ലേ? അപ്പം അവരിലേക്ക് അത് ഒഴുകിക്കൊണ്ടിരിക്കുക ഒരു മക്കളാണെങ്കിൽ, അല്ലേ? ആ അനുഗ്രഹം ആ ദൈവഹിതത്തിലാണ് നമ്മൾ ജീവിക്കുന്നെങ്കിൽ നമ്മൾ അതിൻ്റെ ദൈവമേ അനുഗ്രഹിക്കുക. കാരണം അത് അനുഗ്രഹിച്ച് കഴിഞ്ഞ ഒരു കാര്യമാണ്. ദൈവം നമ്മളൊരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ അത് അനുഗ്രഹീതമായൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെയാണ് മെറിനെ ബന്ധപ്പെടാൻ സാധിക്കുന്നതും. മെറിൻ്റെ സൈഡിൽ നിന്ന് മെറിനാണ് ആദ്യം വിശ്വാസത്തിൽ വരുന്ന വ്യക്തി ആ കുടുംബത്തിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ ഒരു 2006 വിവാഹ ജീവിതം ആരംഭിച്ചു. ഇപ്പം 20 വർഷം ഈ ഒക്ടോബറിൽ തികയാണ്. അതേക്കുറിച്ച് എനിക്കറിയാവുന്നൊരു കാര്യം, റോജി ബ്രദർ എങ്ങനെ ഇങ്ങനെ മുമ്പോട്ടൊരു സ്റ്റെപ്പ് വെച്ചോ അതുപോലെ ഒരിക്കൽ കേശവൻ പാഷ ഇങ്ങനെ പറഞ്ഞ്, അബ്രഹാം വിശ്വാസത്തോടെ മല കയറുമ്പോൾ അപ്പുറത്തൂടെ ആട്ടുകൊറ്റൻ കയറിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ വിശ്വാസത്തോടൊരു സ്റ്റെപ്പ് വെച്ച് മുമ്പോട്ട് നീങ്ങുമ്പോൾ എൻ്റെ ഭാവി എന്തെന്ന് ചിന്തിക്കുന്നില്ല. ഫസ്റ്റ് കിങ്ഡം ഓഫ് ഗോഡ് ഇസ്രായേൽ ആ വഴിയിലായതുകൊണ്ട് കർത്താവ് അപ്പുറത്തോട് ഇത് കരുതുമായിരുന്നു, അല്ലേ? അപ്പം അത് ഞാൻ ചിന്തിച്ചത് അതുപോലൊരു മകളെയാണ്. അത് എനിക്ക് പറയാൻ കാരണം ഞാൻ ഇതിനെല്ലാം ദൃക്സാക്ഷിയാണല്ലോ, വിറ്റ്നസ്. അപ്പം അങ്ങനെ ഒരാളെ ഇതുപോലെ വിശ്വാസത്തിൽ ഇറങ്ങിയ ഒരു മകൾ ഒരു ഭവനത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്നു, അല്ലേ? പറഞ്ഞു. എനിക്ക് അതാണ് ഞാൻ അതുകൊണ്ട് കണക്ട് ചെയ്ത് പറഞ്ഞ. അപ്പോൾ ഷാജൻ പറഞ്ഞത് അപ്പം അങ്ങനെയാണ് ഞാൻ വിവാഹത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. അപ്പോൾ ഈ ക്രിസ്തുവിൽ ആ ഫോക്കസ്ഡ് ആയിരുന്ന കാര്യം കൊണ്ട് എനിക്ക് അപ്പോൾ സമൂഹത്തിൽ പലരും ചിന്തിക്കും, അയ്യോ അവൻ്റെ കല്യാണം നടക്കുന്നില്ല, അവൻ ആര് പെണ്ണെ കൊടുക്കും, ഇങ്ങനെ പല ചിന്തകളുണ്ടാവാം. പക്ഷേ ബിക്കോസ് ഞാൻ ക്രിസ്തുവിൽ ഫോക്കസ് ആയത് കാരണം എനിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെങ്കിൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരം കർത്താവാണല്ലോ. അതെല്ലാം പറഞ്ഞ ആദ്യം അവൻ്റെ രാജ്യനീതി അന്വേഷിപ്പിക്കും. പിന്നെ ഒരു വചനങ്ങളുണ്ട്, ഫോർ ഓൾ വർക്ക്സ് ടുഗദർ ഫോർ ഗുഡ്, അല്ലേ? എല്ലാം നന്മയ്ക്കായി കൂടെ. എന്ത് പ്രശ്നങ്ങളോ ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല, ഉണ്ട്. കർത്താവ് പറഞ്ഞല്ലോ ലോകത്തിൽ അഫ്ലിക്ഷൻ ഉണ്ട്, പക്ഷേ അതിനെല്ലാം ഓവർകം ചെയ്തെന്ന് പറയുന്ന പോലെ അതെല്ലാം ദൈവത്തിന് തിരിക്കാൻ കഴിയും, അല്ലേ? ദൈവത്തിനെല്ലാം അനുഗ്രഹകരമായി മാറ്റാൻ കഴിയുമെന്നുള്ളതാണ്, അല്ലേ? അപ്പം അങ്ങനെ ദൈവകൃപയാൽ കുടുംബജീവിതം അനുഗ്രഹകരമായിട്ട് പോകുന്നു. വിദേശത്ത് നിങ്ങൾ ഒന്നിച്ചായിരിക്കുന്നു. കുഞ്ഞുങ്ങൾ പറഞ്ഞല്ലോ എങ്ങനെ? രണ്ടാം മക്കളാണ്. മൂത്ത ആൾക്ക് 16 വയസ്സ്, രണ്ടാമത്തെ ആൾക്ക് 7 വയസ്സ്. ഓക്കെ. അപ്പം മൂത്ത ആള് സ്നാനമെടുത്തു. എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട് ഞാൻ എന്ത് ചെയ്യണം. അപ്പം ഇപ്പോൾ പലരും പറയും സ്കോപ്പ് ഉള്ളത് പഠിക്കണം, അങ്ങനെ. പക്ഷെ ഞാൻ എൻ്റെ മൂത്ത മോൻ ജോണത്തൻ എന്നാണ് അവൻ്റെ പേര്. അവനോട് ഞാൻ പറയും, ദൈവം നിന്നോട് എന്ത് പറയുന്നു നീ അത് ചെയ്യുവീൻ. ഇതാണ് ഞാൻ അവന് കൊടുക്കുന്ന ഉപദേശം. അല്ലാതെ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു കാര്യത്തിലും എന്തൊരാശയം ഉണ്ടല്ലോ എന്നെ കൊണ്ട്. ഇപ്പം സാമ്പത്തിക ആവശ്യമാണെങ്കിലും എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അവനോട് പറയും വിശ്വാസം ശക്തിപ്പെടുത്തുവാൻ പറയും. എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണെങ്കിൽ പോലും യഹോവയിൽ ആശ്രയം വെക്കാൻ ഞാൻ അവനെ എൻകറേജ് ചെയ്യും. അങ്ങനെയാണ് ജോണത്തിൻ്റെ. പിന്നെ ഈത്തന് 7 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പം പതുക്കെ അവനെയും ദൈവകാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. കുഞ്ഞുങ്ങളെ ഈ പേരൻറ്റിങ്ങിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ അവരെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളല്ലേ അതെങ്ങനെ ചെറുപ്പത്തിൽ തന്നെ കർത്താവിലേക്ക് അവരെ ഫോക്കസ് ചെയ്യില്ലേ? സ്വയമായിട്ട് എൻ്റെ പേഴ്സണൽ അഡ്വൈസ്, ബി ഗോഡ്ലി പേരൻസ്. ഉത്തരവാദിത്തം ആദ്യം പേരൻസിന്റെ. നമ്മൾ അതിലൊരു ചർച്ച ചെയ്താ കാരണം എല്ലാവരും കൊണ്ടൊന്ന് യൂത്ത് ചർച്ചില് ഇന്ന് ഉത്തരവാദിത്തം മുഴുവൻ നിങ്ങൾ നോക്കിയോ, മാസ്റ്റർ നോക്കിയോ, അങ്ങനെ വീട്ടിൽ നിന്ന് തുടങ്ങണ്ടല്ലേ? അതൊന്ന് ടച്ച് ചെയ്ത് 5ാമത്തെ കൽപ്പന ആണെന്ന് തോന്നുന്നു, ഓണർ യുവർ പേരൻസ് ഫോർ യു ഷൽ ഹാവ് ലോങ് ലൈഫ്. പക്ഷേ പേരൻസ് ഓണറബിൾ ആണോ എന്നതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. നമ്മൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ എൻ്റെ മക്കൾക്ക് ഒരു ഗോഡ്ലി ലൈഫ് സ്റ്റൈൽ ആണോ കാണിച്ചു കൊടുക്കുന്നത്. ഒരു വിഷയം വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ഞാനും ദൈവമായിട്ടുള്ള ബന്ധം, ഞാൻ ദൈവശക്തി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണോ? അങ്ങനെ വീട്ടിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം, ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. പക്ഷെങ്കിൽ ഇന്ന് സങ്കടകരമെന്ന് പറയട്ടെ, ഗോഡ്ലി പേരൻറ്റിങ് ഇല്ലാത്തത് കാരണം മറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളിലേക്ക് കുട്ടികളെ നമ്മൾ ഏൽപ്പിക്കേണ്ട ഒരു സ്ഥിതി വന്നിരിക്കുകയാണ്. അതിനൊക്കെ ഒത്തിരി പരിമിതികളുണ്ട്. പക്ഷെ അപ്പോൾ കുട്ടികളെ നമ്മൾ കുറ്റം പറയുന്നതിന് മുമ്പ്, അവരുടെ വഴികൾക്ക് മുമ്പ് എല്ലാം പേരൻസും സ്വന്തമേ ഒരു ശോധന ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം ബൈബിൾ പറയുന്നത് ഉദരഫലം അവൻ്റെ പ്രതിഫലമാണ്.
ഓക്കെ, അവൻ്റെ പ്രതിഫലമാണ്. അപ്പോൾ ഒരു പ്രതിഫലത്തെ നമ്മൾ എങ്ങനെ, കർത്താവ് തരുന്ന പ്രതിഫലത്തെ നമ്മൾ എങ്ങനെ ഓണർ ചെയ്യുന്നു? ഹൗ ഗുഡ് ആർ യു ടേക്കിംഗ്? ഹൗ ഗുഡ് ആൻ എക്സാമ്പിൾ ആർ വി സെറ്റിംഗ് ഫോർ അവർ ചിൽഡ്രൻ? അതിൽ നിന്ന് വേണം തുടക്കം എന്നാണ് എൻ്റെ പേഴ്സണൽ അഡ്വൈസ്. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് റോജിമോൻ അറിയാമല്ലോ, ഞങ്ങൾ ടൗണിലാണ് താമസിച്ച, മാർക്കറ്റിനടുത്തായിരുന്നു. തെറ്റിപ്പോകാനുള്ള ധാരാളം ചാൻസ് ഉണ്ട്. എങ്കിലും അല്പമൊക്കെ തെറ്റിപ്പോയി. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് നിർബന്ധമാണ് ഇവിടെ പോയാലും വൈകിട്ട് 8 മണിക്ക് വീട്ടിൽ വരണം. കുടുംബ പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട അന്ന് ഓർത്തഡോക്സ് സഭയിലുണ്ടല്ലോ സത്യവിശ്വാസ പ്രമാണം, ഇത് എന്നെ കൊണ്ടാണ് ചൊല്ലിക്കുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പിതാവിന് മുന്നമേ അറിയാമായിരുന്നു. അപ്പോൾ ഇത് എന്നെ കൊണ്ട് ചെയ്യിക്കുകയും എവിടെ പോയാലും അപ്പോൾ അതുകൊണ്ട് നമുക്ക് മദ്യപിച്ചോ അല്ലെങ്കിൽ മറ്റു കൂട്ടുകാർ കൂടിയിരിക്കും ആ സമയത്ത് വരണം. പിന്നെ കുറച്ച് പ്രായമായപ്പോൾ നമ്മളെ കുറച്ച് അതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്തു. എങ്കിൽ പോലും പുള്ളി ആ ഒരു അടിസ്ഥാനപരമായ പ്രാർത്ഥന, ഞാൻ വിദേശത്തായിരുന്നപ്പോഴും ആ 10 വർഷവും ആ കുടുംബ പ്രാർത്ഥനകൾ മുടക്കിയിട്ടില്ല അവിടെയും, ബാച്ചിലറായിട്ട് താമസിക്കുമ്പോഴും. അപ്പോൾ അടിസ്ഥാനപരമായി വീട്ടിൽ തുടങ്ങി അതിൽ ബാലം നടക്കേണ്ടെന്ന് അല്ലേ, അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അല്ലേ. അപ്പം ഭവനത്തിൽ തന്നെ തുടങ്ങണം. അപ്പം എൻ്റെ കുഞ്ഞുങ്ങളെ അവർ റോൾ മോഡലായിട്ട് എന്നെ ആയിരിക്കണം അല്ലേ. പ്രത്യേകിച്ച് ആൺകുഞ്ഞുങ്ങൾ പിതാക്കന്മാരെയാണ് ശ്രദ്ധിക്കുന്നല്ലേ, പെൺകുഞ്ഞുങ്ങൾ മാതാവിനെ. അപ്പം അങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും നമ്മളൊന്ന് ട്രെയിനിങ് കൂടെ കൊടുത്താൽ അവരൊന്നുകൂടെ അവർക്കൊരു പ്രചോദനമാകും അല്ലേ. വീട്ടിലാണ് അത് തുടങ്ങേണ്ടത്. ഓക്കെ. പിന്നെ ഞാൻ എന്താണ് റോജി ബ്രദറിൻ്റെ ഹൃദയത്തിൽ ദൈവം നൽകുന്ന ഡ്രീം എന്തോ? അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോഴും ഒരു ഡിസൈപ്പിളായിട്ട് വിശ്വസ്തയോടെ ആ ചർച്ച നയിക്കുന്നു, ശുശ്രൂഷ ചെയ്യുന്നു, ലീവിന് വരുന്ന ഘട്ടങ്ങളിൽ ആ സഭ ഫെയ്ത്ത് ഫാമിലിയിൽ പോയി ശുശ്രൂഷിക്കുന്നു. എന്താണ് ദൈവം നൽകിയിരിക്കുന്ന സ്വപ്നം? എൻ്റെ ഡ്രീം അല്ലെ, എൻ്റെ വിഷൻ എന്ന് പറയുന്നത് ദൈവസഭയിൽ ലീഡേഴ്സിനെ ഉയർത്തുക എന്നതാണ്. ലീഡേഴ്സിനെ ഉയർത്തുക. അപ്പോൾ ഞാൻ 2014 ദൈവം എന്നെ ടീച്ചിങ് ആണ് എൻ്റെ മിനിസ്ട്രി എന്ന ഒരു റെവലേഷൻ തരുന്നതും. അപ്പോൾ ഞാനൊരു സ്വപ്നം കാണാണ്. സ്വപ്നത്തിൽ ഞാൻ ഒരു സ്റ്റേജിൽ നിൽക്കുന്നു, കയ്യിൽ ബൈബിളുണ്ട്. പക്ഷേ ഓഡിയൻസിലാകെ 14-15 പേരേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ സംസാരിക്കുമ്പോൾ 14-15 പേരേ ഉള്ളല്ലോ എന്നൊരു വിഷമം. അപ്പോൾ കർത്താവ് പറഞ്ഞിട്ടില്ല, ഈ നിന്നെ വിളിച്ചിരിക്കുന്നത് ലീഡേഴ്സിനെ ഉയർത്തുവാൻ വേണ്ടിയാണ്. ഈ 15 പേരുടെ ഇമ്പാക്റ്റ് അതൊരു വലിയ ഇമ്പാക്റ്റ്. ഞാൻ കാണുന്നതല്ല, ഞാൻ സംസാരിക്കുന്ന 15 പേരുടെ ആയിരിക്കും. പക്ഷെ ഈ ലീഡേഴ്സിന് കീഴിലുള്ളത് ആയിരം ജനങ്ങളാവാം. അതായിരുന്നു. അപ്പോൾ ഫോളോവേഴ്സ് ഉണ്ട് സഭയിൽ, ബിലീവേഴ്സ് ഉണ്ട് സഭയിൽ, ഡിസൈപ്പിൾസ് ഉണ്ട്. ഡിസൈപ്പിൾഷിപ്പ് മേഖല അവിടെയാണ് ഞാൻ ലീഡർഷിപ്പിൽ ഫുൾ ഫോക്കസ് ചെയ്തത്. അപ്പോൾ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ശിഷ്യന്മാരെ ഉണ്ടാക്കുക, അതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ പോയി അല്ലേ? അപ്പം ഞാൻ ചോദിച്ചത്, അപ്പം നമുക്കിതാണ് ഒരു പൊതുവായിട്ട് ഇപ്പോൾ ഒരു ഇവാഞ്ചലിസ്റ്റ് ആണെങ്കിൽ അദ്ദേഹം സുവിശേഷം വിതച്ചിട്ട് പോകുന്നു അല്ലേ, കൂടുതൽ 10,000ങ്ങളിലേക്ക്. പക്ഷെ ഒരു ടീച്ചറിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ലീഡർഷിപ്പിൽ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 1000ങ്ങളെ ഇമ്പാക്റ്റ് ഇംപ്ലുവൻസ് ചെയ്യാൻ കഴിയും അല്ലേ. അതാണ് ആ പറഞ്ഞത്. അപ്പോൾ ആ ഒരു കോളിങ്ങിൽ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? പ്രത്യേകിച്ച് കൂട്ടായ്മയുമായിട്ടോ കിട്ടുന്ന സമയങ്ങളിൽ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ലീഡർഷിപ്പിൽ പല എലിമെന്റ്സ് ഉണ്ട്. ഇതിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഉത്തരവാദിത്വമുണ്ട്, അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി. ഓക്കെ. മൂന്നാമതായിട്ട് പർപ്പസ്. അപ്പോൾ ഒരു ലീഡറിന്റെ പർപ്പസ് ഇത് പർപ്പസ് ഫോക്കസ്ഡ് ആയിരിക്കും. ഇന്ന് പൊതുവെ നമ്മുടെ ക്രിസ്ത്യ സഭയിൽ നിന്നല്ല, പൊതുവെ ലോകത്തെമ്പാടും ഒരു 30 വയസ്സിന് താഴെയുള്ള യുവാക്കന്മാരിൽ യുവതികളെ കണ്ടുവരുന്ന ഐഡന്റിറ്റി ക്രൈസിസ്. അവർ ആരാണെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. അപ്പോൾ ഇന്ന് ലോകമെമ്പാടും നിങ്ങൾക്കറിയാം പലതരത്തിലുള്ള മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടി ശ്രമിക്കുക. ദേ ഡോണ്ട് നോ ദ ഐഡന്റിറ്റി. അപ്പോൾ ഒരു വിശ്വാസിയുടെ ഐഡന്റിറ്റി ക്രൈസ്റ്റാണ്. ക്രിസ്തുവിനെ പോലെ 1 യോഹന്നാൻ 4 പറയുന്നു, യേശു എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ ലോകത്തിൽ. പിന്നെ നമുക്കൊരു പർപ്പസ് ഉണ്ട്, ഒരു ഗോഡ് ഗിവൻ പർപ്പസ്. ഈ സമയത്ത് നമ്മളെ ഈ ലോകത്താക്കുവാൻ, ഓരോ വ്യക്തികളെ ഈ ലോകത്തായിരിക്കാൻ ദൈവത്തിന് ആ പർപ്പസ് എന്ന് പറയുമ്പോൾ നമുക്കതില്ലെങ്കിൽ, ഇപ്പം ഞാൻ ബസ് സ്റ്റേഷനിൽ ചെന്നാൽ ട്രിവാൻഡ്രത്താണോ പോകേണ്ടത് എറണാകുളത്താണോ പോകേണ്ടത് ബോർഡുണ്ട് അവിടെ അല്ലേ. അപ്പം ട്രെയിനാണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അത് ഇല്ലാത്തൊരാൾ അവിടെ കറങ്ങി നിൽക്കും, അവർക്ക് ലക്ഷ്യമില്ല എങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പം യേശു പറഞ്ഞ്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് വേല തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പർപ്പസ് അല്ലേ. അതുണ്ടെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാനുള്ള അല്ലേ. അപ്പം അതെന്താണ് അതിനകത്ത് ശരിക്കും ഇതാണോ ലീഡർഷിപ്പ് കോളിംഗ് തന്നെയാണോ അതിനകത്ത് റോജി ബ്രദർ ഫോക്കസ് ചെയ്യുന്ന പർപ്പസ് എന്ന് പറയുമ്പോൾ? കറക്റ്റ്. ലീഡർ ഡെഫിനറ്റ്ലി പർപ്പസ് ഡ്രിവൺ ആയിരിക്കണം. പർപ്പസ് ആണ്, ദൈവത്തിന്റെ പർപ്പസ് ആയിരിക്കണം അദ്ദേഹത്തെ നയിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ദേ ഷുഡ് ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. എന്നെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ധൈര്യം, അല്ലെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കണം
മാതൃകാപരമായി കാണിക്കാൻ പറ്റുന്ന ഒരു പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ഗോപുരത്തിന് മുമ്പേ ഞങ്ങളെ നോക്കുക. അപ്പൊ അവരെ നോക്കുക എന്ന് പറഞ്ഞത് ഞങ്ങളുടെ മേലുള്ള അഭിഷേകം അല്ലേ. വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ദേ ഞങ്ങളുടെ മേൽ. അപ്പൊ അദ്ദേഹത്തെ അതിലേക്ക് കണക്ട് ചെയ്യണം, അഭിഷേകത്തിലേക്ക് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാൻ, ഒരു ലീഡറിന് പറയാൻ. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു അൺഫോർച്ചുനേറ്റ്ലി അല്ലേ അങ്ങനെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ അങ്ങനൊരു മാതൃക, യേശു പറഞ്ഞ പോലെ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിന്റെ വെളിച്ചമാണ്. നമ്മൾ അത് പ്രൂവ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം അല്ലേ. പക്ഷെ ഒരു ലീഡർ അതിനകത്ത് കഴിയണം അല്ലേ. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ അതിലിപ്പോൾ ഇനി അടുത്ത മേഖലയിലോട്ട് ചെയ്യാൻ ചിക്കാനുള്ള കാര്യങ്ങൾ എങ്ങനെ ഇനി മുമ്പോട്ട് ഇനി ഈ ഒരു വർഷങ്ങളിൽ എന്താണ് ആൻഡ്രൂ ഓഫ് മിനിസ്ട്രീസിന്റെ ബാനറിൽ ഇപ്പൊ 2 ബൈബിൾ സ്റ്റഡി ക്ലാസ്സുകൾ എന്റെ ഭവനത്തിൽ നടത്തുന്നു. അപ്പൊ അതിൽ നിന്ന് ലീഡർഷിപ്പ് അല്ലെങ്കിൽ കോളിങ് ജനങ്ങളുടെ മനസ്സിലാക്കിയ ശേഷം അവരെ അടുത്ത തലത്തിലേക്ക്, അത് ബൈബിൾ കോളേജിൽ പഠിക്കുന്ന അങ്ങനെ അല്ല ചർച്ച് മിനിസ്ട്രിയിൽ നിന്ന് വളർത്തുന്ന അങ്ങനെ. അപ്പൊ അവരെ ആ വഴികളിൽ കാണിച്ചു കൊടുക്കുക. അപ്പൊ ദൈവത്തിന്റെ സ്റ്റൈൽ അതാണ്, അവൻ പോകേണ്ട വഴി കാണിച്ചു. ഇപ്പൊ ഒരു ദൈവിക ലീഡർ, ഒരു ക്രിസ്ത്യൻ ലീഡർ ചെയ്യേണ്ടത് അതാണ്, പോകേണ്ട വഴി കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ആ വഴിയിൽ നമ്മൾ അവരെ എൻകറേജ് ചെയ്യുക, എനേബിൾ ചെയ്യുക, എഡിഫൈ ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ചെയ്ത് അവരെ ആ വഴിയിൽ കൂടുതൽ ഒരു സ്റ്റക്കായി പോവാണ് വഴിയിലില്ല. അങ്ങനെയാണ് പലരും എങ്ങോട്ടാ പോകേണ്ട ദിശ അറിയാതെ ആ ഒരു മേഖലയിൽ ഞാനും അങ്ങനെ ആയിരുന്നു. എങ്ങോട്ട് പോകണം. അപ്പം 1999, 2000 മേഖലയിൽ കേരളത്തിൽ പാസ്റ്റർ എന്നൊരു ടൈറ്റിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏത് കോളിംഗിലായാലും, ടീച്ചിങ് ആയാലും, പ്രൊഫസി ആയാലും, അപ്പോസ്റ്റലിക് ആയാലും, എല്ലാവരും നമ്മൾ പാസ്റ്റർ എന്നൊരു ലേബിൾ തന്നെ ഇടുമായിരുന്നു. പക്ഷേ പാസ്റ്റർ ഒരു ജസ്റ്റ് വൺ പാർട്ട് ഓഫ് ദ ഫൈവ് ഫോൾഡ് മിനിസ്ട്രി അല്ലേ. അപ്പൊ ഒരു ടീച്ചർ പാസ്റ്റർ ആയാൽ അത് പ്രശ്നമാകും, ഒരു പാസ്റ്റർ ടീച്ചർ ആയാൽ പ്രശ്നമാകും. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അവിടെയാണ് കൂടുതൽ ആൾക്കാർക്കും കുറച്ച് റിഫൈൻമെന്റ് വേണ്ടത്. ഇപ്പൊ നിങ്ങളെ ടീച്ചിങ് ആണോ, അതിപ്പോ എന്നെ സംബന്ധിച്ചോളം എനിക്കറിയാം, ഞാൻ ചർച്ചിൽ അല്ലെങ്കിൽ പോലും എൻ്റെ ജോലി സ്ഥലത്തും പലരും പറയും, നീ പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി. അപ്പൊ എന്നിലുള്ള അനോയിന്റിങ് എപ്പോഴും ഓപ്പറേഷനില്ല, അത് ചർച്ചിലായിരിക്കണമെന്നില്ല. ഞാൻ സൊസൈറ്റിയിലായിരിക്കുമല്ലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ അനോയിന്റിങ് ഇസ് ഓൾവേസ് ഓപ്പൺ. കാരണം ആ അനോയിന്റിങ് ആണ്, ആ കോളിംഗ് ആണ്, ആ പർപ്പസ് ആണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്, ഈസ് ടു ടീച്ച്. അപ്പൊ അത് ഏത് മേഖലയിലായാലും എനിക്കത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ പറയുന്നത് വേറൊരാൾക്കും മനസ്സിലാകുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ വലിയ വിശദീകരണമായിരിക്കും, പക്ഷെ ജനത്തിന് മനസ്സിലാകുന്നില്ലെങ്കിൽ അവരുടെ കൂളിങ് അതല്ല എന്നതാണ് അല്ലേ. അപ്പൊ അത് നമ്മൾ തിരിച്ചറിയണം. അതല്ലേ പത്രോസ് പറഞ്ഞ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുകയും അല്ലേ. അപ്പൊ ആ ഒരു കാര്യത്തിൽ റോജി ബ്രദറിന് ടീച്ചിങ് ആണ് ദൈവം നൽകിയിരിക്കുന്നത്. അങ്ങനാണെങ്കിൽ ഇനി അടുത്ത 3-4-5 വർഷം എന്താണ് മുൻപോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? കുറച്ച് ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഇപ്പൊ ചെയ്യുന്നുണ്ട്, എന്നാൽ പോലും ഇപ്പൊ ഞാൻ വിഷയങ്ങൾ സബ്ജക്ട്സ് പ്രിപ്പയർ ചെയ്യാണ്. ഓക്കെ, ഞാൻ ഓരോ സബ്ജക്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് ആ സബ്ജക്ട്സ് ഞാൻ പഠിപ്പിക്കുകയാണ്. ഒരു മേഖല ഇപ്പൊ ഗ്രേസ് എടുക്കും. അപ്പൊ ഗ്രേസ് എന്ന സബ്ജക്റ്റില് വിശ്വാസികളെ വളർത്തുക, ശക്തിപ്പെടുത്തുക, അതിൽ ഡെമോൺസ്ട്രേറ്റ്. അപ്പൊ പറയാന് ഒരു വർഷം പറയാൻ എളുപ്പമാണ്, പിന്നെ അതിന്റെ ഡെമോൺസ്ട്രേഷൻ അത് റിയൽ ലൈഫിൽ പ്രായോഗികമാക്കുന്ന രീതികൾ. അപ്പൊ അതായത് പൗലോസ് പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 2 പറയുന്നുണ്ടല്ലോ, എന്റെ വചനവും പ്രസംഗവും ജ്ഞാനത്തിന്റെ വശം, ആത്മാവിന്റെയും ശക്തിയുടെയും ഡെമോൺസ്ട്രേഷൻ പവർ ആൻഡ് സ്പിരിറ്റ്. അത് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ അല്ലേ, നിലനിൽക്കാൻ. അപ്പൊ അതുകൂടെ ആവശ്യമാണ്. പറയാൻ ആർക്കും സാധിക്കും, ബട്ട് ടു ഡെമോൺസ്ട്രേറ്റ് അത് ഒരു വിശ്വാസിയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പഠിപ്പിച്ച് ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ വിശ്വാസിയോട് എനിക്കത് ആ ഡെമോൺസ്ട്രേഷൻ പകരാൻ എളുപ്പം. എനിക്ക് 100 പേരെ എത്തിപ്പെടാൻ സാധിക്കില്ലായിരിക്കും, പക്ഷെ 2 അല്ലെങ്കിൽ 10 പേരെ ഞാൻ ഇത് ട്രെയിൻ ചെയ്തെടുത്താൽ ആ 10 പേർക്ക് 100 പേരിൽ എത്തിച്ചേരാൻ കഴിയും. പക്ഷെ അതാണ് ലീഡർഷിപ്പ്. അവരെ ആ നിലയിലേക്ക് വളർത്തിയ ശേഷം പിന്നെ അവർ മറ്റു ലീഡേഴ്സിനെ വളർത്തുക. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു മൂവ്മെന്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് തന്നെയല്ലേ കർത്താവ് ഈ പക്ഷപാതക്കാരനെ പാരലൈസിലായിട്ട് കൊണ്ടുവരുമ്പോഴേ, മകനെ നിന്റെ പാപം മോചിച്ച് തന്നിരിക്കുന്നു, എന്നിട്ട് ഭൂമിയിൽ മനുഷ്യപുത്രന് പാപം മോചിക്കാൻ അധികാരമുണ്ട് എന്ന് അറിയേണ്ടതിന് റൈസ് അപ്പ് ആൻഡ് വാക്ക്. അപ്പം അതിന്റെ അർത്ഥം കർത്താവ് അതാണ് പ്രൂവ് ചെയ്യുന്നത് അല്ലേ. 100%. അപ്പൊ അവർക്ക് മനസ്സിലായി പാപം മോചിക്കാൻ തന്നെയല്ല ഇദ്ദേഹം ദൈവം തന്നെ അല്ലേ. അത് ഒരാൾ ചോദിച്ച പോയിന്റ് ആയിരുന്നു. ഒരു പ്രാവശ്യം ഒരു ഡിബേറ്റിൽ എന്നോട് ചോദിച്ച പോയിന്റ് ആണ്, വാസ് ദ ക്രൂസിഫിക്ഷൻ റിക്വയർഡ് ഫോർ ദ ഫോർഗിവ്നെസ് ഓഫ് സിൻസ്? അതായത് ക്രൂശുമരണം പാപമോചനത്തിന് ആവശ്യമായിരുന്നു, അതായിരുന്നു ചോദ്യം. അപ്പോൾ അവരെടുത്ത പോയിന്റ് ഷാജാൻ പറഞ്ഞ പോയിന്റ് ആണ്. അപ്പൊ അവർ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, കാരണം കർത്താവ് ക്രൂശിൽ ത്യാഗമാകുന്നതിന് മുമ്പ് തന്നെ
ഒരു വ്യക്തിയോട് പറഞ്ഞു നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് കർത്താവ് ആ സമയത്ത് മരിച്ചിട്ടില്ല. ഭൗതികമായ സ്പിരിച്വലി നമുക്ക് പറയാം, പക്ഷെ ഭൗതികമായി കർത്താവ് മരിച്ചിട്ടില്ല. പക്ഷെ ഷാജ പറഞ്ഞില്ല, ആ പോയിന്റ് ദൈവമായതുകൊണ്ട് കർത്താവിന് ക്രൂഷ്യൽ കെയറിന്റെ ആവശ്യമൊന്നുമില്ല. കർത്താവ് പറഞ്ഞു നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞാൽ ക്ഷമിച്ചിരിക്കുന്നു, ഫിനിഷ്. അവൻ ആദ്യവും അന്ത്യവും, മനസ്സിലായോ? പക്ഷെ അതാണ് അല്ല കർത്താവിന് ക്രൂഷ്യൽ കെയറിന്റെ ത്യാഗം. അത് പ്രവൃത്തിയിലൂടെ താൻ ദൈവത്തിന്റെ ഹിതം നിവർത്തിച്ചു. അപ്പോഴും ദൈവം തന്നെ. പഴയ നിയമം പ്രകാരം യാഗം പാപമോചനത്തിന് യാഗം ആവശ്യമാകൊണ്ട് പാപമില്ലാത്തവൻ പാപിയായി ഏർപ്പെട്ടു. അത്രമാത്രം നാം അവനിൽ ദൈവത്തിന്റെ നീതിയാണ്. പക്ഷെ ദൈവത്തിന് മരിച്ചവരെ ഉറപ്പിക്കാൻ ഒന്ന് ക്രൂഷ്യൽ കെയറിന്റെ ആവശ്യമില്ലായിരുന്നു. ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ 100% man, 100% God. ആ ഒരു പോയിന്റോട് ഞാൻ ഈ സമയത്ത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കർത്താവിന് അത് മുന്നമേ അഡ്വാൻസിൽ പറയാമായിരുന്നു. ഈസ് ബിഗിനിങ് ആൻഡ് എൻഡ് അല്ലേ? അതുകൊണ്ടാണ് കർത്താവ് പ്രൂവ് ചെയ്തത് അല്ലേ? പിന്നെ അതുപോലെ പൗലോസ് സാമ്യ ലിദ്ദാദ്വീപിൽ തന്നെ പൗലോസിന്റെ കയ്യിൽ അണല് തൂങ്ങി കിടക്കുമ്പോഴാണ് ഇപ്പൊ അവര് പറഞ്ഞില്ലേ കൊലപാതകൻ, മർഡർ, നീതിദേവ് ഇവനെ വെറുതെ വിടുന്നില്ല. അതും എന്താ പറഞ്ഞു, ഈ ഷുക്ക് ഓഫ് ദ ക്രിയേച്ചർ ഇൻ ദ ഫയർ അല്ലേ? അപ്പൊ അത് ശരിക്കും പറഞ്ഞാലും പൗലോസോടെ പ്രൂവ് ചെയ്യുമായിരുന്നു. അവര് എന്തോ സംഭവിക്കുമെന്ന്. അതേക്കുറിച്ച് സൗഖ്യത്തെക്കുറിച്ച് ഒന്ന് തൊടാമോ? ദൈവാലയനെ ഈ ഒരു മണ്ഡലം നയിക്കുന്നു. അപ്പൊ നമുക്ക് സൗഖ്യത്തിൽ ദൈവം അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്ചർ നമുക്ക് സൗഖ്യത്തിൽ ജീവിക്കാൻ കഴിയും. അനുഭവങ്ങൾ എന്ന് പറയാം. എന്റെ അനുഭവത്തിൽ പറയാം. എനിക്കിപ്പം 6 വർഷമായി ഞാൻ രോഗമുക്ത ജീവിതം നയിച്ചു വരുന്നത്. അപ്പൊ എനിക്ക് കിട്ടിയ വെളിപാട്, ഞാൻ 6 വർഷങ്ങൾക്ക് മുമ്പ് ആൻഡ്രൂ ഓമക്കിന്റെ ടീച്ചിങ്ങിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു റെവലേഷൻ കിട്ടുന്നത്. അപ്പം എനിക്ക് മനസ്സിലായതും എന്നെ പഠിപ്പിച്ചത് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്: വി ആർ നോട്ട് ദ സിക്ക് ട്രൈങ് ടു ഗെറ്റ് ഹീൽഡ്, വി ആർ ദ ഹീൽഡ് ഫൈറ്റിംഗ് സിക്നസ്. അതായത് നമ്മൾ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ കർത്താവിന്റെ ആത്മാവ് നമ്മളിലേക്ക് വന്നു. എന്തൊക്കെ പുത്രത്തിന്റെ ആത്മാവിലുണ്ടോ അതെല്ലാം നമുക്കിന്ന് ലഭ്യമാണ്. അതുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ അടിപ്പിള്ള സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കും. ഓക്കെ, സോ വി ആർ ഹീൽഡ്. അത് പാസ്റ്റ് ടെൻസാ, കഴിഞ്ഞ കാര്യമാണ്. ഇപ്പോൾ രോഗത്തിനോ അതിനനുബന്ധിച്ചുള്ള ഒരു കാര്യങ്ങൾക്കും നമ്മുടെ ജഡത്തിൽ അവകാശമില്ല. പക്ഷെ രോഗം വരുമോ? വരും. നമ്മളെ അനുസരണക്കേടാൽ ചിലപ്പോൾ രോഗം വരും. ഇപ്പൊ നമ്മള് പാപത്താൽ വരാം. കുളക്കരെ കിടന്നുകൊണ്ട് പറയുന്നത് അധികം തിന്മയായത് ഭവിപ്പാതിരിപ്പാൻ ഇനിയും പാപം ചെയ്യാൻ പിശാചിനാൽ 18 സംവത്സരം പിശാച് ബന്ധിച്ച ഇവിടെ അല്ലേ? അങ്ങനെ ഉണ്ട്. പിശാചിനാലുണ്ട്, പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് വരാം. ഇപ്പം ഇപ്പോഴത്തെ പ്രശ്നം നമ്മുടെ സീസൺ ആഹാരത്തിലൂടെ നമ്മൾ മുമ്പേ ചർച്ച ചെയ്തൊരു വിഷയമാണ്. ആഹാരത്തിലൂടെ വരാം. രോഗങ്ങൾ പല രീതി കടന്നുകൂടാൻ നമ്മുടെ ഇത്. പക്ഷേ ഫ്രം എ സ്പിരിച്വൽ സൈഡ് വി ആർ ഹീൽഡ്. എനിക്ക് അപ്പൊ 6 വർഷമായിട്ട് ഞാൻ എന്റെ ഈ സൗഖ്യത്തിൽ വിശ്വസിച്ച് നിലനിർത്തി പോകുന്നു. പക്ഷെ ഞാൻ അതുകൊണ്ട് ചെയ്തതും ചെയ്യേണ്ടാത്ത ചില കാര്യങ്ങളുണ്ട്. കാരണം കർത്താവിനെ ഡിസിപ്ലിൻ ചെയ്ത ചില പാടുണ്ട്. ആ കർത്താവിനെ ഡിസിപ്ലിൻ ഞാൻ നിൽക്കുന്നത് കാരണം കൊണ്ട് മാത്രമാണ് ഞാനത് നിലനിർത്തിക്കൊണ്ട് പോരുന്നത്. ദൈവകൃപയാൽ ആ ഒരു വിശ്വാസ റെസ്പെക്ട്സ് ഒന്നും ഉപയോഗിക്കാതെ വായിക്കാം, എഴുതാം, എല്ലാം ചെയ്യാം. 45 ഇപ്പൊ എനിക്ക് 50, അടുത്ത വർഷം 50 വയസ്സായി. 45-46 വയസ്സല്ല ഒരാളോട് പറഞ്ഞതാ കണ്ണാടി വെക്കാൻ സമയമായത്. പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച എന്റെ ലൈസൻസ് റിന്യൂ ചെയ്തു. എപ്പോഴും റീഡിംഗില് 100 ഒഫീഷ്യലി ഡോക്ടറിന്റെ റിപ്പോർട്ട് സ്പിരിച്വൽ ലൈനിലുള്ള ക്ലിയർ ചെയ്തു. ഇപ്പൊ ഞാനത് കണ്ണു വെച്ച് പ്രാർത്ഥിച്ച അന്ന് അത് കഴിഞ്ഞ് എനിക്ക് കണ്ണിന് കാഴ്ച റീസ്റ്റോറായി. ഇപ്പൊ ഒഫീഷ്യലി ഞാൻ പറഞ്ഞ പോലെ ഡോക്ടറിന്റെ റിപ്പോർട്ട് ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. അങ്ങനെ ഞാൻ ഒരു മരുന്നും കഴിക്കുന്നില്ല. അതിന്റെ അർത്ഥം എനിക്ക് എന്ത് തോന്നിവാസം ചെയ്യാവുന്നല്ല, രോഗം വരത്തില്ലെന്നോ അങ്ങനൊന്നുമല്ല. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നു. പക്ഷെ കർത്താവിന് വേണ്ടി തീയിലിറങ്ങിയാൽ പുകയുടെ മണം പോലും അടിക്കുന്നത്. അതായത് മുടി പോലും കരിയത്തില്ല. അത് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മള് എന്തേലും നമ്മുടെ അറിവില്ലായ്മയിലോ അല്ലെങ്കിൽ നമ്മുടെ അഹങ്കാരം കൊണ്ടോ ചെയ്യുമ്പോൾ കൈപൊള്ളും. തീയിൽ കൈവച്ച കൈപൊള്ളും. പക്ഷേ ശദ്രാക്ക്, മേശക്, അബേദ്നെഗോ കർത്താവിന് വേണ്ടി നിന്ന് തീയിലിറങ്ങിയപ്പോൾ 4ാമത് കർത്താവ് അവരുടെ കൂടെ തീയിലൂടെ നടന്നു. അപ്പൊ ഞാൻ പറയുമ്പോൾ കുറച്ച് ചിലപ്പോൾ കോൺട്രവേഴ്ഷ്യൽ ആവും. ഞാൻ ആരോഗ്യത്തിന് കാര്യം പാർട്ട് ഓഫ് അവർ ഫെയ്ത്ത്. നമ്മൾ വിശ്വാസം ഷെയർ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ അതിനകത്ത് എന്തോ അതിന് പറയുന്ന ഒരു ആരോഗ്യൻ ആ മൈൻഡിലല്ല നമ്മൾ പറയുന്നത്. നമ്മൾ കർത്താവ് അത് തീർച്ചയായിട്ടും നമ്മൾ അവിടെ വിശ്വസിക്കുന്നത് വേറൊരാൾക്കും ഈ ഒരു ലൈനിൽ വിശ്വസിക്കാം. ആത്മമണ്ഡലത്തിൽ സ്പിരിച്വൽ റലത്തിൽ ഇത്
ബോധ്യമാണ്. ഇപ്പൊ എനിക്കിപ്പോ മാതൃകയായി പറയാം മറ്റൊരു വിശ്വാസിയുടെ ഇത് Yes. പോസിബിൾ ആണ്. ബൈബിളിൽ പറയുന്നു ഹീലിംഗ് ഇസ് ദ ചിൽഡ്രൻസ് ബ്രെഡ് എന്നാണ്. ബ്രെഡ് എന്നാ. അപ്പൊ നമ്മുടെ ബ്രെഡ് നമുക്ക് നൽകുന്ന ബ്രെഡാണ് ഹീലിംഗ്. അപ്പൊ നമ്മളത് ഭക്ഷിക്കണം, നമുക്കത് ഭക്ഷിക്കുവാനുള്ള യോഗ്യതയുണ്ട്.